ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്നും കൂടി ഒന്ന് നാട്ടിൽ പോയിട്ട് വന്നാലോ? ഇത്തവണ ഷാമേട്ടോയും ഉണ്ട് കേട്ടോ കൂടെ. നേരെ മെട്രോയ്ക്ക് അങ്ങ് കയറി നമ്മൾ കലാശയപ്പാളത്തു നിന്നാണ് നമ്മുടെ ബസ്. പിന്നെ എവിടെ ചെന്നാലും പൊന്നൂസ് കറക്റ്റായിട്ട് പൊന്നൂസിൻ്റെ ഡ്യൂട്ടി ചെയ്യും. ഉറക്കം പൊന്നൂസ് എഴുന്നേൽക്കുന്നവരെ ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞങ്ങ് ഇരുന്നു. ഓരോ സ്റ്റോപ്പ് കഴിയുന്തോറും തിരക്ക് കൂടുമായിരുന്നു കേട്ടോ. അപ്പം നോക്കുമ്പോൾ ദാ പൊന്നൂസ് എഴുന്നേറ്റാൽ പിന്നെ പറയണ്ടല്ലോ. നമ്മളങ്ങനെ കലാശയപ്പാള എത്തി നേരെ എസ്കലേറ്ററിൽ കയറി നമ്മൾ എക്സിറ്റ് നേരെ ഇറങ്ങുന്ന മാർക്കറ്റിലേക്കായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ ബസ് യശ്വന്തപുരത്തു നിന്നായിരുന്നു. മേക്ക് മൈ ട്രിപ്പിന് നമ്മൾ ബുക്ക് ചെയ്തപ്പോഴും യശ്വന്തപുരത്തു നിന്നാണ് ബുക്ക് ചെയ്തത്. പക്ഷെ അവർ പറഞ്ഞു യശ്വന്തപുരത്തു നിന്ന് പിക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കലാശയപ്പാളയം തന്നെ വരണമെന്ന്. നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി VV ആണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കുക. വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് പൊന്ന് ഗുസ്തി പിടിക്കാൻ തുടങ്ങിയിട്ട് അച്ഛനോട്. ഇത്തവണത്തെ ഗുസ്തി അച്ഛൻ്റെ കഴുത്തെ കിടന്ന മാറിക്കായിരുന്നു. ആവശ്യമായിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നു അവിടെ കളിക്കാൻ. കാരണം നമ്മൾ ഡബിളാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് ട്രാവലിംഗ് അത്ര സുഖമായിരുന്നില്ല. നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് കാണുന്ന പോലെ ഈ ബസ്സിൻ്റെ ഉള്ളിലൊരു ഫെസിലിറ്റിയും എനിക്ക് തോന്നിയില്ല. കാരണം കമ്പയർ ടു ഇതിനു മുമ്പ് പോയ ബസ്സുകൾ വെച്ച് നോക്കുമ്പോൾ ആ ഒരു എമൗണ്ടിന് ഈ ബസ് നമുക്ക് വേർത്തല്ല. സേലം മടിക്കാറൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ വണ്ടി ഒന്ന് നിർത്തിയായിരുന്നു. ആ സമയം കൊണ്ട് ഞാനൊരു ചായ കുടിച്ചു. പിന്നെ പൊന്നൂസ് ചേട്ടയുടെ കൂടെയായിരുന്നു. പിന്നെ നേരെ വണ്ടി കയറി കിടന്നങ്ങ് ഉറങ്ങിട്ടോ. ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഇതാ നല്ല മനോഹരമായ മഴ പുറത്ത്. ഏകദേശം നേരം വെളുത്തു. അങ്ങനെ നമ്മളെത്തി നമ്മുടെ നാട്ടിൽ. എത്രയാണെന്ന് പറഞ്ഞാലും നാട്ടിലെ ബസ്സും നാട്ടിലെ ആ പച്ചപ്പും കാണുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. അങ്ങനെ നമ്മൾ നേരെ KSRTCയിലേക്ക് കയറി കേട്ടോ. അവിടെയും പൊന്നിൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്തു. ബസ് ഇറങ്ങി നേരെ ഓട്ടോ വിളിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുക കേട്ടോ. എന്തോ നാട് ഒരുപാട് നാളുകൾക്ക് ശേഷം പിന്നെയും കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ട് എനിക്ക്. ആ കനാലും ആ പച്ചപ്പും എന്ത് രസമല്ലേ നമ്മുടെ നാട് കാണാൻ. ചില സമയത്തൊക്കെ ബാംഗ്ലൂർ ഇരിക്കുമ്പോൾ വല്ലാണ്ട് മിസ് ചെയ്യും. പൊന്നൂന് ഈ തോടും പുഴയൊക്കെ കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചാട്ടോ. പക്ഷെ പൊന്നു നല്ല ഉറക്കായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ വീടെത്തി. നിങ്ങൾ ആ ദൂരേക്കൊന്ന് നോക്കി ഒരാൾ വരുന്ന കണ്ടോ? അതാണ് കേട്ടോ എൻ്റെ അച്ഛൻ, പൊന്നൂൻ്റെ സ്വന്തം അപ്പൂപ്പ. ഓക്കെ, പേരക്കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ അങ്ങ് മാറി നിൽക്കണം എന്നുള്ളത് എത്ര പച്ചയായ സത്യമാണെന്നറിയോ. എന്നെ ആരും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അങ്ങനെ നമ്മൾ വീടെത്തി ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.